2020 Live Quid Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Okay, judges. Yes. നമുക്ക് അൺപ്ലഗ്ഡ് റൗണ്ടിലേക്ക് പോവാം. എല്ലാരും സന്തോഷിച്ച് നിൽക്കല്ലേ? ഇതോടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഏഷ്യന്റെ അടുത്ത് പോയിട്ട് നമുക്കൊക്കെ എന്തെങ്കിലും അത് മുഴുവൻ ഞാൻ മോഷ്ടിക്കും. ഓക്കെ, അപ്പൊ അൺപ്ലഗ്ഡ് റൗണ്ടിൽ പാടാൻ വരുന്നു സ്നേഹ. സ്നേഹ, ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ, നല്ല രസമുണ്ടായിരുന്നു. ആരാ സ്നേഹത്ത് പിണങ്ങിയേ? എല്ലാവരും. ആര് പിണങ്ങിയില്ലേ? ചോദിക്കാം. ശരത് സർ, നല്ല ഒരു സുഖമുള്ള പാട്ട്. പക്ഷെ എനിക്ക് മൊത്തത്തിൽ തോന്നിയത് സ്നേഹ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. പല ഏരിയയിലും സ്നേഹ, ഒരു ആക്ച്വൽ സ്നേഹ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്ത് പറ്റി സ്നേഹ? ഈ പാട്ട് ഇഷ്ടമല്ലേ സ്നേഹയ്ക്ക്? പിന്നെ
അപ്പോൾ ഒരു സ്നേഹ എപ്പോഴും പാടുന്ന പോലെ ആ ഒരു ഈസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ശ്രുതിയുടെ കാര്യത്തിലൊക്കെ ഇപ്പോൾ തുടക്കത്തിൽ അമ്മിങ് ഒട്ടും ചേർന്നിട്ടില്ലായിരുന്നു. ആ സ്നേഹയ്ക്ക് തോന്നിയോ? ഇല്ലേ? ആ, ഇരുന്ന് പാടിയത് കൊണ്ടാണോ ഇനി അറിയില്ല. അപ്പോൾ എന്തൊക്കെയാലും സ്നേഹം ഒരു ഉഗ്രം പാട്ടുകാരിയാണ്, അതിൽ ഡൗട്ടില്ല, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഈ ഒരു പാട്ട് എനിക്ക് എന്താ പറയണ്ടേ, നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഫുള്ളായിട്ട് ഇങ്ങോട്ട് വന്ന് നെഞ്ചത്തേക്ക് കയറിയില്ലെന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള സംസാരം. പാട്ടൊക്കെ കൊള്ളായിരുന്നു, പക്ഷെ ഒരു സ്നേഹ പാടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഗുമ്മായിരുന്നു എനിക്ക് മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നു. ഈ ബാക്കി ഷാൻ്റെയും മഞ്ജരയുടെയും കാര്യം അറിഞ്ഞുകൂടാ, അത് അവർ പറയട്ടെ. അപ്പോൾ എന്തൊക്കെയാലും ഓൾ ദി ബെസ്റ്റ് സ്നേഹ. താങ്ക് യു സർ. ഷാനിക്ക. സ്നേഹ, എനിക്കൊന്ന് ഈ പ്രതീക്ഷയുടെ അമിത ഭാരം അതായിരിക്കാം ഇവിടെ നമുക്ക് ഒരു വില്ലനായി മാറിയത്. കാരണം സ്നേഹ എപ്പം ഇവിടെ വന്ന് പാടിയാലും സ്കോർ ചെയ്തിട്ടേ പോയിട്ടുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനൊരു പാട്ട് എന്നോട് എന്തിനീ പിണക്കെന്ന് പറയുന്നത് നമ്മൾ സർക്കാസ്റ്റിക്കലി വരെ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. കാരണം എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാട്ടാണ്. അപ്പം പ്രത്യേകിച്ച് സ്നേഹ ഇത് എടുത്തിട്ട് അൺപ്ലഗ്ഡിൽ പാടുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇത് രസമായിരിക്കും എന്ന് തോന്നി. അത് അത്ര അങ്ങോട്ട് എത്തിയില്ല, അത്രേ ഉള്ളൂ. വോയിസ് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, പക്ഷേ എന്തോ ഒരു മിസ്സിങ്. സാധാരണ സ്നേഹ പാടുമ്പോൾ ഇങ്ങനെയല്ല ഉണ്ടാവാറ്, അത് നമുക്കറിയാം അടിപൊളിയായിരിക്കും. അതുകൊണ്ടാണ് ഈ പാട്ട് എടുത്തിട്ട് വന്നപ്പോഴും ഇത് നല്ല രസം ഉണ്ടാവും എന്ന് തോന്നിയത്. അത് അത്ര അങ്ങോട്ട് വർക്കായില്ല എന്ന് മാത്രം. അത് കുഴപ്പമില്ല, ദാറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ടൈം അതൊന്ന് ബെറ്റർ ആക്കുക കേട്ടോ. ചേച്ചി. സ്നേഹക്കുട്ടി, നല്ല സോങ് സെലക്ഷൻ ആണ്. ഇതിനകത്ത് മോളുടെ വോയിസും ആസ് യൂഷ്വൽ എല്ലാ പാട്ടുകളും മോൾ വളരെ ഭംഗിയായിട്ടാണ് പാടുന്നത്. ഈ പാട്ടിനകത്ത് ഇത് കുറച്ചുകൂടി ഒരു വാക്കുകൾക്ക് കൂടുതലായിട്ട് എംഫസിസ് കൊടുത്ത് അതിൻ്റെ മീനിങ് മോൾ അത് ആലോചിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗി അതിന് ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. എന്നോട് എന്തിനീ പിണക്കം, എന്നും എന്തിനാണ് എന്നോട് പരിഭവം, അതെന്നുള്ളത് നമ്മൾ ആ പാടുമ്പം അക്ഷരങ്ങൾ വാക്കുകൾ എവിടെയൊക്കെ സ്ട്രെസ് ചെയ്യുന്നു, ഇതിലൊക്കെ വലിയ കാര്യമുണ്ട്. എന്നോടെന്തിനീ പിണക്കം, ഇങ്ങനെ വെറുതെ എവിടെയും സ്ട്രെസ് കൊടുക്കാണ്ട് പാടി പോകുമ്പോൾ അത് എത്തില്ല കേൾക്കുന്നവരിലേക്ക്. അപ്പം മോൾ അത് ആ വാക്കുകൾ ഉൾക്കൊണ്ട് കുറച്ചുകൂടി ഒന്ന് പാടിയിരുന്നെങ്കിൽ ഇത് ഭംഗിയായേനെ. ചില ഭാഗങ്ങൾ ഇത് ഈ ശ്രുതിയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരുന്നു. മോൾക്ക് ഇതുവരെ വരാത്ത പ്രശ്നങ്ങളാണ് ഈ പാട്ടിനകത്ത് തോന്നിയത്. അപ്പം ഞങ്ങൾക്ക് അതുകൊണ്ടാണ് പെട്ടെന്നൊരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നിയത്. സ്നേഹയ്ക്ക് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. എത്ര കടുകട്ടി പാട്ടാണെങ്കിലും സ്നേഹ വളരെ മനോഹരമായിട്ട് വന്ന് പാടുന്ന ആളാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് സോങ്സിലൊന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഇവിടെയൊക്കെ മോള് കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ ആവാമായിരുന്നു, ഒരു ഫീൽ വരാമായിരുന്നു, ഒരു ഭാവം വേണമായിരുന്നു കേട്ടോ. എന്തായാലും അടുത്ത പ്രാവശ്യം ശരിയാക്കുക. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. സാറേ എന്തോ മാർക്ക് കൊടുക്ക സാറേ. ചക്കരെ 9.1. താങ്ക് യു സർ. ചേച്ചി. 9.1 മാർക്സ്. താങ്ക് യു ചേച്ചി. ഷാനിക്ക. സ്നേഹ. ഓക്കെ, സോ ടോട്ടൽ 18.2. ഓക്കേടാ. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ.